ഈ ഒരു ഗിഫ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. ഇത്രയും ഹാപ്പി ഞാൻ ഇരിക്കുന്നത് ഇങ്ങനെയൊരു ഔട്ട് കണ്ടിട്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ഇങ്ങനെയൊരു ക്ലിയർ ബലൂണിനെ നമ്മൾ ആദ്യം കുറച്ച് വീതം വീർപ്പിച്ചെടുക്കണം. തിരിച്ചതിനെ പഴയ സ്റ്റേജിലോട്ട് ആക്കിയതിന് ശേഷം നമ്മുടെ എഫേർട്ട് സ്റ്റാർട്ട് ചെയ്യണം. നല്ലോണം വലിച്ച് നല്ല പോലെ ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ വീർപ്പിച്ചെടുക്കണം. ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. ബാക്കിയുള്ളവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഒരുമാതിരി നല്ലപോലെ വീർത്ത് കഴിയുമ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ എയറെല്ലാം കളഞ്ഞിട്ട്, ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതിനുള്ളിലാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഞാനൊരു സൈഡ് ഇതിൻ്റെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഹാങ്ങറിലാക്കിയിട്ട് ഇതിനെ നല്ലോണം റോൾ ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ഫിക്സ് ചെയ്യുകയാണേ. ഇതിനുള്ളിൽ നമ്മൾ ഇട്ടാൽ മാത്രം പോരാ, ഇതിന് നമ്മൾ എയർ നിറയ്ക്കുന്ന സ്ഥലത്തൂടെ ഇതിൻ്റെ ഹാങ്ങറും ഒരു ട്വൈൻ ഇട്ടിട്ട് അത് കയറ്റി ഇറക്കണം. അത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. അത് നല്ല ക്ഷമ വേണം. കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. എന്നിട്ട് അതിനെ നല്ല പോലെ സീൽ ചെയ്യാൻ പാകത്തിന് ഒരുപോലെ ആക്കിയിട്ട്, ഞാൻ ഹെയർ സ്ട്രെയിറ്റ്നറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്തും സീൽ ചെയ്യാനുള്ളത് എടുക്കാം. നല്ലോണം സീൽ ചെയ്ത് വീർപ്പിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിയുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ. കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ള ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനി നമുക്ക് ഹാമ്പറിൻ്റെ റെഡിയാക്കാം. ഏതെങ്കിലും ഒരു ബോക്സ് എടുത്താൽ മതി. ഞാനിവിടെ ഒരു ബ്ലാക്ക് ബോക്സാണ് എടുത്തേക്കുന്നത്. അതിന് കുറച്ച് ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ജൂട്ടിൻ്റെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. അതിന് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് മൊത്തം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ബലൂണിനെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും സൈസ് നമ്മൾ നോക്കിയിട്ട് ഒരു റിബൺ എടുത്ത് ഈ ബോക്സിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ടോയാണ് ഞാൻ ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഒരു ടോയ് പല മോഡിൽ പ്ലേ ചെയ്യാൻ പറ്റും കേട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കുറേ നേരമൊക്കെ ഇതിനോട് പുറകിരുന്നുള്ളൂ എന്തായാലും. അങ്ങനെ ഈ ഒരു ടോയ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 6 പീസിൻ്റെ ടവൽ സെറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ളത് നമ്മളുടെ ആ ഒരു ബലൂണിൽ വെച്ച ഡ്രസ്സിനൊരു ഷോർട്ട്സ് ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് നമ്മൾ കുറച്ച് പേപ്പർ സ്റ്റഡ്സും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ബലൂണിനെ ഈ ഒരു ബോക്സിലേക്ക് വെക്കുകയാണ്. അതിന് മുന്നേ നമ്മളുടെ ഈ ഉടുപ്പ് കറക്റ്റായിട്ടാണോ കിടക്കുന്നത്, ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലിലാണോ കിടക്കുന്നതെന്നൊക്കെ നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് കെട്ടിക്കൊടുക്കാതെ. റിബൺ കെട്ടുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 സൈഡിൽ നിന്നും എടുത്ത റിബൺ നമ്മൾ ബലൂണിൽ നല്ലപോലെ ടൈറ്റാക്കി കെട്ടുക. അതിനുശേഷം ബോ പോലെയോ ഫ്ലവർ പോലെയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു റിബണിനെ കെട്ടിക്കൊടുക്കാനാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഹാങ്ങറിനെ കെട്ടിയിരുന്ന ട്വൈൻ ഈ ബലൂണിൻ്റെ അറ്റത്തുനിന്ന് പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ. അങ്ങനെ നമ്മളുടെ ഈ ഒരു ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനുള്ളിൽ ഉടുപ്പ് മാത്രമല്ല കേട്ടോ, നമുക്ക് കുറേ ഐറ്റംസ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് എറണാകുളത്ത് മാത്രമാണ് ഡോർ ഡെലിവറി ചെയ്യുന്നത്. ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ക്രാഫ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.